പോലീസ് സ്റ്റേഷനിലെ സെല്ലിന്റെ തടിച്ച ഇരുമ്പുവാതിൽ തനിക്ക് പിറകിൽ അടച്ചപ്പോൾ ഒരുപക്ഷെ ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസ്റ്റർ തന്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിരിക്കാം. ലോകം ആദരവോടെ കാണുന്ന ഒരു കുടുംബത്തിലെ ജനനം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന രാജപദവികൾ, സാധാരണക്കാർക്ക് അത്യധികം കഠിനാധ്വാനം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഉന്നത സൈനിക പദവികൾ അനായാസം കയ്യിലെത്തിപ്പിടിക്കാൻ കഴിയുക, വളരെ ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം വിങ്ങുന്ന ഓർമ്മകളായി മാറി. 66-ാം പിറന്നാൾ ദിനത്തിൽ പാഴായിപ്പോയ ഒരു ജന്മം എന്ന് സ്വയം പരിതപിക്കേണ്ട അവസ്ഥയിലാണ് മുൻ രാജകുമാരൻ. അറസ്റ്റ് ചെയ്ത ആൻഡ്രൂവിനെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചത് ഒരു സാധാരണ സെല്ലിലെന്ന് റിപ്പോർട്ടുകൾ. പ്രത്യേക സൗകര്യങ്ങളോ ആനുകൂല്യങ്ങളോ ആൻഡ്രൂവിനായി ഒരുക്കിയിരുന്നില്ല. സാധാരണ തടവ് പുള്ളികൾക്കുള്ള ഭക്ഷണം മാത്രമായിരുന്നു ജന്മദിനത്തിൽ ആൻഡ്രൂവിന് കിട്ടിയത്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയെങ്കിലും ആൻഡ്രൂവിന്റെ ഇനിയുള്ള ജീവിതം ഏറെ ദുഷ്കരമാകുമെന്നാണ് നിയമജ്ഞരും പറയുന്നത്. രാജാധികാരത്തിനോ പണത്തിനോ ഒരുപക്ഷെ തിരുത്താൻ കഴിയാത്ത ഒരു വിധിയാണ് ആൻഡ്രൂവിനെ കാത്തിരിക്കുന്നത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നതാണ് ആൻഡ്രൂവിന് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്വന്തം ലാഭത്തിനായി പൊതുപദവി ഉപയോഗിക്കുന്നത് കടുത്ത നിയമലംഘനമായാണ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്നാൽ രാജകുടുംബങ്ങൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് സംശയമുന്നയിക്കുന്നവരും ഉണ്ട്. എന്നാൽ പദവി ദുരുപയോഗം ചെയ്യുന്നതിലെ ഗൗരവം അനുസരിച്ച് ഇക്കാര്യത്തിൽ കേസെടുക്കാൻ കഴിയുമെന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. 2001 മുതൽ 2011 വരെ UK-യുടെ വ്യാപാര പ്രതിനിധി എന്ന ഔദ്യോഗിക പദവിയായിരുന്നു ആൻഡ്രൂ വഹിച്ചിരുന്നത്. ബ്രിട്ടീഷ് സർക്കാരിനെ ആഗോള വിപണിയിൽ പ്രതിനിധാനം ചെയ്യുന്നതിന് തുല്യമാണിത്. എന്നാൽ ബ്രിട്ടീഷ് സർക്കാരല്ല ആൻഡ്രൂവിനെ നിയമിച്ചത്. ആൻഡ്രൂവിന്റെ അമ്മയായ അന്നത്തെ ബ്രിട്ടീഷ് രാഷ്ട്രത്തലവനായിരുന്ന എലിസബത്ത് രാജ്ഞിയായിരുന്നു. ഈ പദവിയിൽ ഇരുന്ന് അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില റിപ്പോർട്ടുകൾ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന് ചോർത്തി നൽകി എന്നതാണ് ആൻഡ്രൂവിന് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. റഷ്യൻ ചാരസംഘടനയുമായി എപ്സ്റ്റീന് അടുത്ത ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ഗുരുതരമായ കുറ്റമായി മാറുകയാണ്. അഫ്ഗാനിസ്ഥാനിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും നിക്ഷേപ സാധ്യതകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു ആൻഡ്രൂ എപ്സ്റ്റീന് ചോർത്തിക്കൊടുത്തത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2008-ൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് എപ്സ്റ്റീൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു ഇത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജീവപര്യന്തം തടവ് ലഭിക്കാൻ ഇടയുള്ള കുറ്റങ്ങളാണ് ആൻഡ്രൂവിന് മേൽ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തെളിയിക്കുക എന്നത് ഏറെ ക്ലേശകരമായ കാര്യമാണ്. ആൻഡ്രൂ ഔദ്യോഗിക പദവി വഹിച്ചിരുന്ന കാലത്തെ ലക്ഷക്കണക്കിന് രേഖകളും മറ്റും പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതായി വരും. മതിയായ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ കേസ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന് മുന്നിൽ സമർപ്പിക്കാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു ആരോപണത്തിൽ മാത്രം പോലീസ് ഒതുങ്ങി നിൽക്കില്ല എന്നാണ് അറിയുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് അനധികൃതമായി സ്ത്രീകളെ കൊണ്ടുവന്നതിനും ലൈംഗിക പീഡനത്തിനും ബലാത്സംഗത്തിനും വരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചേക്കാം. ആൻഡ്രൂവിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ 2010-ൽ എപ്സ്റ്റീൻ തന്റെ സ്വകാര്യ വിമാനത്തിൽ സ്ത്രീകളെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ എത്തിച്ച സംഭവം അന്വേഷണ വിധേയമായേക്കാം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാലം കുരുക്കഴിക്കാനുള്ള തന്ത്രപ്പാടുകളുമായി ആൻഡ്രൂവിന് ജീവിക്കേണ്ടി വരും.